ആഡംബരത്തോടെ ജീവിക്കുന്നവനെ ദൈവം ഏത് ദിവസത്തിലേക്ക് വേണ്ടി വെച്ചേക്കുക? കൊല ദിവസത്തിന്. അതുകൊണ്ട് കയ്യിൽ ആഡംബരം ഉണ്ടെങ്കിലേ മാറ്റിക്കോണം. ഏത് വിഷയത്തിലും ആഡംബരം പാടില്ല. എല്ലാം കർത്താവിൻ്റെ സൗമ്യതയിലും ലളിത. ക്രിസ്തീയ ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ ലളിത ജീവിതവും പങ്കുവെക്കലും ആർദ്രതയും മനസ്സലിവും ഒക്കെ ഉള്ളതാണ്. അതിലൂടെ അങ്ങോട്ട് പോകുന്നതാണ് യോഗ്യം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കട്ടിലെ കയറ്റിയിട്ടായാലും ബാലശിക്ഷയിലൂടെ ആയാലും ആഡംബരങ്ങൾക്ക് നേരെ ദൈവം ആയുധം എടുക്കും. ലാസ്റ്റ് കട്ടിലേലെങ്കിലും കടന്നുകൊണ്ട് പറയേണ്ടി വരും, ഞാൻ നേടിയതെല്ലാം മിഥ്യേ. തലേ ചൊറിഞ്ഞുകൊണ്ട് പിന്നെ അടുത്ത വരി പാടേണ്ടി വരും, പരതേ. അതുകൊണ്ട് ബാലശിക്ഷ തന്ന് കട്ടിലേ കയറ്റി പാച്ച് വർക്ക്. ഏതാ വണ്ടിയൊക്കെ പണിക്ക് കയറ്റുമ്പോഴേ ഈ ഇഞ്ചൻ പണി ഇല്ലെങ്കിൽ ചെല്ലിയൊക്കെ പച്ച വണ്ടി പണിക്ക് കയറ്റി, ആ പണി കയറ്റി വലിയ പണിയൊന്നുമില്ല, ഇഞ്ചൻ പണിയൊന്നുമില്ല. പിന്നെ അതിൻ്റെ പാച്ച് ഓരഞ്ഞട ഒന്ന് റെഡിയാക്കി, ആ ചളുക്കം ഒന്ന് നിവർത്ത്, ആ പീസ് മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് പോളിഷ് ഇട്ട് റെഡിയാകും പാച്ച്. അതുകൊണ്ട് കട്ടിലേ കയറ്റി പാച്ചിന് ഇടുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്തോണം? കയ്യിലുള്ള മെനകേടെല്ലാം കട്ടിലേ കയറ്റി പാച്ചിനിട്ട് കഴിഞ്ഞാൽ പിന്നെ പുതപ്പഴുക്കാകും, മരുമോക്ക് പിന്നെ ഉറങ്ങാൻ പറ്റുകയില്ല. ഗ്രഹകാര്യം ക്രമത്തിലാക്കാമെങ്കിൽ എന്ത് ചെയ്യും? കർത്താവ് നീതിമാന്റെ ഉറക്കം എങ്ങനെ ആയിരിക്കും? മരണം എങ്ങനെ ആയിരിക്കും? ഒരു ഉറക്കം പോലെ ആയിരിക്കും. അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് സ്വതന്ത്രം ചെയ്താട്ടെ. നമ്മൾ പറയുന്ന വല്ലവൻ്റെ അവസാനത്തെക്കുറിച്ച് നമ്മൾ ഫോണിൽ കൂടെ ചോദിക്കുന്നത്, നമ്മളെല്ലാവരും വിളിച്ചു ചോദിക്കുന്ന മറ്റുള്ളവരുടെ അവസാനം അല്ലേ? ആശുപത്രി കിടക്കുന്നവരെ വിളിച്ച് ചോദിക്കുക, ഇപ്പം എങ്ങനെയുണ്ട്? മറ്റേ ആളിനെ വിളിച്ച് ചോദിക്കുക, എങ്ങനെയുണ്ട്, അനക്കമുണ്ടോ? മറ്റേ ആളിനോട് വിളിക്കും, ചോദിക്കും ശരീരം ചലിക്കുന്നുണ്ടോ, തൊണ്ടക്കുഴിയാണോ ചലിക്കുന്നത്? എല്ലാവർക്കും അറിയേണ്ടത് വല്ലവൻ ചാകാറായിട്ടുണ്ടോ എന്നുള്ളതാണ്. അവരുടെ രോഗം എങ്ങനെയുണ്ട്, അവരുടെ ചാകാറായോ, പെട്ടി മേടിക്കാനായോ, അവരുടെ മൂക്കി പഞ്ഞി വെക്കാറായോ എന്നൊക്കെ അറിയാൻ വലിയ ഇഷ്ടമാണ്. പക്ഷെ സങ്കീർത്തനക്കാരൻ പറയുക, നീ വല്ലവൻ്റെയും കാര്യം അറിയണ്ട, നീ ഇപ്പം നിന്റെ കാര്യം ഒന്നറിയണം. എൻ്റെ അവസാനം, എനിക്കൊരവസാനമുണ്ട്, എൻ്റെ അവസാനത്തെയും എത്രയെന്നതിനെയും എന്നെ ഒന്നറിയിക്കണമേ. എന്തിനാ അറിയിക്കേണ്ടത്? ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാനൊന്ന്, എന്നിലെ ആര്? ഞാനെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹവും ദേഹി ആത്മാവും കൂടെ കൂടുന്ന ഈ ഞാൻ, ഈ എന്നിലെ ആരറിയണം ഞാൻ എത്ര ക്ഷണികനെന്ന്? എൻ്റെ ആത്മാവല്ല അറിയേണ്ടത് എൻ്റെ ക്ഷണികത. എന്നെ താന്തോന്നിയാക്കുന്ന, തന്നിഷ്ടക്കാരനാക്കുന്ന, തല്ലുകാരനാക്കുന്ന, ലൗകികനാക്കുന്ന, മായാവിയാക്കുന്ന, വ്യഭിചാരിയാക്കുന്ന, പരസംഗക്കാരനാക്കുന്ന, സിനിമ കാണിക്കുന്ന, കള്ളപ്പണം ഉണ്ടാക്കുന്ന, ദ്രവ്യാഗ്രഹിയാക്കുന്ന ജഡം. ചിലതിനോടൊക്കെ നമ്മൾ ചിലരോടൊക്കെ പറഞ്ഞു കണ്ടില്ലേ, നിന്നെ ഞാൻ കാണിച്ചു തരാടാ. ആത്മാവിലാണോ ആ വാക്ക്? ആരിലാ പറയുന്നത്? ജഡമാ. ഭാര്യ വഴക്കുണ്ടാക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ പറയില്ലേ, ഇടിച്ച് ഞാൻ നിന്നെ സ്റ്റാമ്പാക്കി കളയും. കമ്മറ്റിക്കകത്തടി, കമ്മറ്റി കൂടുമ്പം പിണക്ക്, ഭാര്യയോട് പിണക്ക്, തന്തയ്ക്ക് തള്ളക്കിട്ടടി, ഉപദേശിമാരെ തല്ലുന്നു. ഇതെല്ലാം ഏതാ? കള്ളത്തരം, വ്യഭിചാരം, പരസംഗം, സിനിമ കാണല് എന്ന് വേണ്ട ദൈവത്തിന് വിഹിതമല്ലാത്ത, ഇഷ്ടമല്ലാത്ത പാതയിലൂടെ മനുഷ്യനെ ഓടിക്കുന്ന ഏതാ? ജഡം. കാണിച്ചു തരാടാ, കാണിച്ചു തരാടി എന്ന് പറയുന്ന ഏതാ? ജഡം. നിന്നെ ഞാൻ ശരിയാക്കും, ജഡമാ പറയുന്നത്. അപ്പൊ ഞാനേ ഒന്നറിയട്ടെ, ഞാൻ എത്ര. ഇന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ജഡം അങ്ങ് ചീർക്കുന്നത്? ജഡത്തിന്റെ പ്രവൃത്തിയും ജഡത്തിന്റെ ചീർപ്പും നടക്കുന്ന എന്തുകൊണ്ടാണ്? അവനവന്റെ മരണത്തെക്കുറിച്ച് അവനവൻ എന്തില്ല? ഒരു ചിന്തയില്ല. എൻ്റെ ഏതൊന്ന് അടങ്ങട്ടെ. ചീർക്കുന്ന ജഡം, അഹങ്കരിക്കുന്ന ജഡം, 4 കാശ് പോക്കറ്റിലുണ്ടെങ്കിൽ, ഇച്ചിരി ആരോഗ്യം കൈത്തണ്ട് ഉണ്ടെങ്കിൽ എന്തുമാകുമെന്നുള്ള നിന്റെ ചീർക്കുന്ന ജഡം ഒരു ബലൂൺ കുത്തി പൊട്ടുന്നത് പോലെ പൊട്ടും. നിന്റെ മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിന്റെ അകത്ത് വരാമെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. അമരവിള ചെക്ക് പോസ്റ്റ്, ട്രിവാൻഡ്രം അമരവിള അറിയാലോ? അമരവിള സ്കൂള്, CSIക്കാരുടെ സ്കൂള്. കഴിഞ്ഞ വർഷം അവിടെ ഒരു കുഞ്ഞ് മരിച്ചു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ്, ആൺകുഞ്ഞ്. എന്തായിരുന്നു? സൈലന്റ് അറ്റാക്ക്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ്. രാവിലെ കുളിച്ചൊരുങ്ങി അമ്മ കൊടുത്ത ആഹാരവുമായിട്ട് സന്തോഷത്തോടെ പോയി വരാൻ സന്തോഷത്തോടിരുന്നവൻ പെട്ടെന്ന് അവൻ അമ്മയോട് പോലും പറയാൻ പോലും കഴിയുന്നതിന് മുമ്പേ അവൻ്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപിരിഞ്ഞു. കുഞ്ഞേ, നീ എന്ത് കണ്ട അഹങ്കരിക്കുന്നേ? 4 പൈസയോ? ഹല്ലേലൂയ.